ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബെസ്റ്റീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് കാണുമ്പോൾ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രൈഡേ ഞാൻ ചേലേങ്കര വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ സ്കൂൾ വൈസ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമുക്ക് സാറ്റർഡേ. അത് നമ്മുടെ സലാഹുദ്ദീൻ അയ്യൂബി സ്കൂൾ പറക്കുളത്ത് വെച്ചിട്ട്, പ്രോപ്പർ പ്ലേസ് എവിടെയെന്ന് എനിക്കറിയില്ല, ഡിസ്ട്രിക്ട് ലെവൽ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമിന് ഞാൻ വീടിനകത്ത് കയറിയപ്പോൾ അവിടെ എൻ്റെ കണ്ണിലൊരു സംഭവം കണ്ടു. ഞാൻ ഒരു കിളി നമ്മളുടെ ഹാങ്ങിങ് പ്ലാനിൽ കൂട് കെട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടേ കൂട് കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്യാമറ കൊണ്ട് വന്നതോടുകൂടെ അതിനകത്തുനിന്ന് പാറിപ്പോയിട്ടോ കിളി. അപ്പോൾ ഇങ്ങനെ വാളിൽ നമ്മൾ ജസ്റ്റ് സെറ്റാക്കിയിട്ടുള്ളതിനകത്താണ് കിളി കൂട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ടോപ്പിലായിട്ടാണ് കേട്ടോ കിളി കൂട് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഉമ്മച്ചിയായിട്ടൊക്കെ സംസാരിച്ചിരുന്നിട്ട് പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കറി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളികളൊക്കെ തൊലിച്ചെടുക്കാൻ കേട്ടോ, നല്ല ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മൾ പോന്നപ്പോൾ ചിക്കൻ മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളികളൊക്കെ തൊലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പുറത്ത് രാവിലെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പത്തിരി മേടിച്ചാൽ കറി കൊണ്ടുപോയി നമുക്ക് അങ്ങനെ കഴിക്കാമല്ലോ എന്ന് ടീച്ചേഴ്സിൻ്റെ പ്ലാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു. പിന്നെ ചിക്കൻ കറിയുടെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം ഒരു നോർമൽ ചിക്കൻ കറി എല്ലാവർക്കും എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാമല്ലോ. പിന്നെ ഞാൻ കാലത്ത് ഒരു 4:30-5 മണിയായപ്പോൾ എണീറ്റു കേട്ടോ. അപ്പോൾ എണീറ്റ് നോക്കുമ്പോൾ ഏകദേശം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഖദീജ ഉണ്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കണം നമ്മളുടെ വീടിൻ്റെ. ഞാൻ അവളോട് അവിടെ വരാൻ പറഞ്ഞതാണ്, കാരണം എനിക്കും അവൾക്ക് ഒരുമിച്ചിട്ട് നമ്മളുടെ കൊമ്പം സെൻറ്ററിൽ എത്താമല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ ജസ്റ്റ് നമ്മളുടെ ടൗണിലെത്തിയപ്പോൾ എനിക്കൊരു വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ കോടതിപ്പടി ജംഗ്ഷനിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിയ ഒരു ഫ്രൂട്ട്സിൻ്റെ കട ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ നിർത്തി കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാണ് കേട്ടോ. അപ്പോൾ ടൈം ഏകദേശം ഒരു 5:38 ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ പിന്നെ ഞങ്ങൾ ചിക്കൻ കറി വീട്ടിൽ മറന്നു വെച്ചിട്ട് ഞാനും ഖദീജയും ബസ് സ്റ്റാൻഡിൻ്റെ അതുവരെ എത്തി. അപ്പോഴാണ് ഞങ്ങൾക്ക് ചിക്കൻ കറി എടുത്തില്ല എന്നുള്ള ഓർമ്മ. പിന്നെ ഞങ്ങൾ റിട്ടേൺ പോയിട്ട് ചിക്കൻ കറി എടുത്തിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ ഇത് മേടിക്കാവുമ്പോൾ നമുക്ക് പിന്നെ കത്തിയും ഒന്നും ഇല്ലാത്തത് കാരണം തൊലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു സദാ നോർമൽ ഓറഞ്ച് മേടിച്ചാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ അവൾ ഓറഞ്ചിൻ്റെ എവിടേക്ക് വന്നിക്കാണ് കേട്ടോ. മറ്റേ ഓറഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളുടെ മുസമ്പിയുടെ ഒരു കട്ട വരുന്നത് കാരണം തൊലിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ നോർമൽ ഓറഞ്ച് മേടിച്ചിട്ടോ ഒരു 2 കിലോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് മക്കൾ കൊമ്പത്ത് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ മക്കളെ ഒക്കെ ടൂറിസ്റ്റ് ബസ്സിൽ സെറ്റാക്കണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് നമ്മളുടെ മക്കളെയാണ് ബസ്സിനകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നത്, ചെറിയ മക്കളല്ലേ. അപ്പോൾ ശരിക്ക് ആ സമയത്ത് നമ്മൾ എണീറ്റ് പോകുന്നപ്പോൾ ഒരു ടൂർ പോണ ഫീലാണ് കേട്ടോ, ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആയിട്ട്. പിന്നെ ഒന്നും പറയാനില്ല, നമ്മളന്ന് അടിച്ച് പൊളിച്ചിക്കണു. ഡാൻസായിട്ടും പാട്ടായിട്ടും മക്കളുടെ കൂടെ നല്ല എൻജോയ് ചെയ്തിക്കണു കേട്ടോ. ടീച്ചേഴ്സും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ബാക്കി ഫില്ല് ചെയ്യാൻ വേണ്ടി മക്കൾ വരുന്നുള്ളൂ. അങ്ങനെ ഫുള്ള് ഫില്ലാക്കി നമ്മൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞേക്കന്നെ മക്കൾ പാട്ട് പറഞ്ഞിട്ട് ബാക്കിൽ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ അവർക്ക് സെറ്റാക്കി കൊടുത്തു. രാവിലെ ആയതുകൊണ്ട് തന്നെ അവർ നല്ല എൻജോയ് ചെയ്തു, കാരണം ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. അതിൻ്റെ കൂടെ നമ്മളും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാൻസിനൊക്കെ. അപ്പോൾ അവർക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കളും നമ്മളുടെ കൂടെ കളിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളുടെ ബസ്സും അതുപോലെ ഒരു ട്രാവലറുമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളെ സ്കൂൾ ഡിസ്ട്രിക്ട് ലെവൽ പ്രോഗ്രാമിന് വട്ടപ്പാട്ട് അതിനും നമുക്ക് ഫസ്റ്റ് കിട്ടി. ഒപ്പന, കിഡ് ഡാൻസ്, അതുപോലെ നമ്മുടെ ഇൻഡിവിജ്വൽ ഐറ്റംസിനൊക്കെ നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഓവറോൾ സെക്കൻഡും അതുപോലെ KG കാറ്റഗറി 1 നമുക്ക് ഫസ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ സ്കൂളിലെത്തിയിട്ടോ. ഒരു പോക്കറ്റ് റോഡിൽ കൂടെ കയറിയിട്ട് നല്ലൊരു വിജനമായ സ്ഥലത്ത് കുന്നിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് ഈ സ്കൂള്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി. നമ്മളവിടെ ഒരു 9:30 ആയപ്പോഴത്തേനൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മക്കളെയൊക്കെ സെറ്റാക്കി സ്കൂളിനകത്തേക്ക് നമ്മൾ മക്കളെ കൊണ്ടുപോവാണ്. പിന്നെ നല്ലൊരു വെൽക്കം ഡ്രിങ്കും കിട്ടി. അതുപോലെ നല്ലൊരു വെൽക്കം ആയിരുന്നു കേട്ടോ അവിടെ. ഇതാണ് സ്കൂള്, സലാഹുദ്ദീൻ അയ്യൂബി സ്കൂള്. അപ്പോൾ നമ്മൾ അവിടെ കയറി വെള്ളമൊക്കെ കുടിച്ച് പിന്നെ നമ്മളെ മക്കളായിട്ട് നമ്മൾ സ്കൂളിനകത്ത് കയറുകയാണ്. നമ്മൾ ഏകദേശം ഒരു 52 നമ്മളുടെ ബസ്സിൽ 52 പേരും അതുപോലെ ട്രാവലിലായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 80-90 ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ സ്കൂളിൽ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരെ മാത്രമേ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ടീച്ചേഴ്സും സാർമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു വെൽക്കം തന്നെയായിരുന്നു കേട്ടോ തന്നിരുന്ന മക്കൾ. നമ്മളുടെ ചക്ര ഷൂസില്ലേ അതിനകത്ത് വന്ന് കുട്ടികളെ ബലൂണൊക്കെ കൊടുത്ത് നല്ലൊരു സ്വീകരണമായിരുന്നു കേട്ടോ മക്കൾക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗ്രീൻ റൂമിലോട്ട് പോയി. പിന്നെ നമ്മളുടെ മക്കളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ടുള്ളൊരു മലയാള ആക്ഷൻ സോങ്ങിൻ്റെ പ്രോഗ്രാമും അതുപോലെ ഗ്രൂപ്പ് ഐറ്റംസിൻ്റെ സോങ്ങും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോ. നല്ലവരാ
തട്ടിയ കോഴിയെ കുട്ടിനു കുട്ടി പൂങ്കോഴി കുട്ടിനു കുട്ടി പൂങ്കോഴി പൊട്ടുകുത്തി പട്ടൊടുത്ത് പൂഞ്ചൊടി രണ്ടാളും ആടിപ്പാടി കൈ പിടിച്ച് മടത്തുടി പോകുമ്പോ പെട്ടെന്നയോ ചാടി വീണു കറു കറു തക്കൂർ കച്ച പേടിച്ചോടി രണ്ടാളും പിന്നീടൊന്നും വൈകാതെ കല്യാണത്തിൽ ചെന്നെത്തി താരിക്ക് സാധ്യയുണ്ട് പല സംശപിട്ട് സുന്ദരങ്ങൾക്ക് സമാധാനം നൽകാൻ കൂട്ടുകാര വാചനാപ്പം മേശന്റെ അടിയിൽ ഒളിച്ചിരിക്കും പണം പൂച്ചയെ കണ്ടല്ലോ പമ്മിരിക്കും സത്യം പൂച്ച നിന്നോട് ഞാൻ കൂട്ടില്ല തനിക്ക് അവരോടത്ത് കൂട്ടുകൂടാൻ പാടുള്ളൂ നന്ദി.